നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ കുട്ടി അവിടെ ചെന്നതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അന്നേ ഒരു ഭയം ഉണ്ടായിരുന്നു. അതാ അവളെന്ന് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് മറികടന്ന് അവൾ പോയി. ആരാലും പറഞ്ഞു തിരുത്താവുന്ന രീതിയിൽ സ്നേഹ ഇപ്പം മാറിക്കഴിഞ്ഞു. ഒരു നീണ്ട സമയം നമ്മുടെ മുമ്പിലില്ല. അതെ അച്ഛാ, നാളെ ധനുഷ് പുറത്തിറങ്ങുമെന്ന് അറിഞ്ഞത്. അവൻ ഇറങ്ങിയാൽ സ്നേഹ കാണാൻ ഇവിടേക്ക് വരുമെന്ന് ഏകദേശം ഉറപ്പാണ്. അത് തടയാൻ നമുക്കാവില്ല. പ്രത്യേകിച്ച് സ്നേഹ ഇങ്ങനൊരു നിലപാടി ഉറച്ചു നിൽക്കുമ്പോൾ. എത്രയെന്നും പറഞ്ഞ് അവളെ പൂട്ടിയിടുന്നു, അല്ലെങ്കിൽ ഇതിനൊക്കെ വിലക്കുന്നു. ആ നന്ദ, ഞങ്ങൾ സ്നേഹയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ അവൻ ജാമ്യത്തിലിറങ്ങുമെന്ന് അറിഞ്ഞു. സ്നേഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാ. അതിന്റെ കാരണം ഞാനിനി പറയണ്ടല്ലോ. അവൻ ജയിലിൽ കിടക്കുവോ പുറത്തിറങ്ങുവോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ ബാധിക്കുന്നത് എന്റെ മോളുടെ കാര്യമാണ്. ഒരു മാപ്പ് ചോദിക്കാൻ പോലും അവൻ ഇവിടേക്ക് വരരുത്. സ്നേഹയ്ക്ക് അവനെ കാണണമെന്ന് വാശിയാ. ആ വാശി അവളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് എന്ത് തീരുമാനവും നിനക്കെടുക്കാം. സ്നേഹയുടെ കാര്യവും പറഞ്ഞ് അവൻ എന്റെ മുമ്പിൽ വരരുത്. എന്റെ എതിർപ്പിനെ വകവയ്ക്കാതെ അവൾ ജയിലിൽ പോയി അവനെ കണ്ടു. ഇനി ഞാൻ എതിർക്കുന്നത് അവരുടെ ബന്ധത്തെയാ. ആ എതിർപ്പ് കൂടി ലംഘിച്ച് അവൾ അവനൊപ്പം പോയാൽ സേതുമാധവൻ എന്ന അച്ഛൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അത് ഓർമ്മയിൽ വെച്ച് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. നന്ദേട്ടൻ, എന്താ നന്ദേട്ടന്റെ മനസ്സില്? സ്നേഹ പറയുന്നതും അച്ഛൻ പറയുന്നതും രണ്ടും രണ്ടാ. ആരെ നമ്മൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടത്? ചിലപ്പോ നന്ദേട്ടൻ പറഞ്ഞ ധനുഷ് അനുസരിക്കും. എല്ലാം വിട്ടിട്ട് ഈ നാട്ടിൽ നിന്ന് പോവാൻ നന്ദേട്ടൻ അവനോടൊന്ന് പറയണം. നമുക്ക് നമ്മുടെ കൊച്ചിന്റെ ഭാവി നോക്കിയല്ലേ പറ്റുള്ളൂ. നിങ്ങള് ടെൻഷൻ ആവണ്ട. ധനുഷ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്. സ്നേഹയും കൊണ്ടാ ഞാൻ പോകുന്നത്. അവൻ ഇങ്ങോട്ട് വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപ് ഞാൻ അവിടെ ചെന്ന് അവളെയും കൂടെ നിർത്തി ഒരു പരിഹാരം കാണാം. രണ്ടിലും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അച്ഛനും സ്നേഹയും നമുക്ക് നഷ്ടപ്പെടരുത്. അതിനെന്താ വഴിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്നേഹം കൊണ്ട് നന്ദേട്ടൻ പോയാൽ അവനിനി എന്ത് തീരുമാനിച്ചിറങ്ങുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുമാത്രമല്ല, സ്നേഹ അവനോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നാളെ നമുക്കൂടി ഒന്ന് പോവാൻ സച്ചേട്ടാ. നന്ദേട്ടനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട. ആരും അറിയാതെ നമുക്ക് അവിടെ പോകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.